ഹായ് ഓൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 days ആയിട്ട് Paytmന്റെ ആക്ച്വലി സിറ്റുവേഷൻ അത്ര കിടന്നാലല്ല 2 ദിവസം കൊണ്ട് അവർക്ക് ലോസ്റ്റ് ചെയ്ത് എത്രയോ 20% ആണ്. വാല്യൂവിൻ്റെ ആംഗിൾ പറഞ്ഞാൽ $2 billion അത് ഭയങ്കര ഹൈ അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാട്ടോ. അതിൽ ഫസ്റ്റ് ആണ് നാഷണൽ സെക്യൂരിറ്റി. എല്ലാവരും ടെൻഷൻ ആയല്ലേ. എന്താ വെച്ചാൽ RBI കറക്റ്റായിട്ട് ചോദിക്കുന്നത് ടെൽ മീ നിങ്ങൾ ഓണേഴ്സ് ആരാണ്. അപ്പോൾ നോക്കുമ്പോൾ Paytmന്റെ ഓണേഴ്സിൻ്റെ 10% ആര് ചൈനീസ് ആണ്. പിന്നെ Paytm പറഞ്ഞ കിടലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓൾമോസ്റ്റ് ആക്ച്വലി 100 million യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ചെറുതായി പാനിക് ആവുന്നുണ്ട്. ഇതെല്ലാം ദാറ്റ് ഇസ് ഡാറ്റ സെക്യൂരിറ്റി വരുമോ, ചൈനീസ് ആൾക്കാർ ഈ പറഞ്ഞ ഡാറ്റ കോപ്പി ചെയ്യാൻ ചാൻസ് ഉണ്ടോ. ദാറ്റ്സ് എ ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ പറഞ്ഞാൽ ഓൾറെഡി അവിടെ നല്ല സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് റെസ്പോണ്ട് ചെയ്ത രീതിയും അതിനെ ആക്ച്വലി ഡിസ്ക്ലോസ് ചെയ്ത രീതിയും ഒന്ന് ലേസി ആയിപ്പോയി. തേർഡ് തിങ് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ Paytm പറഞ്ഞാൽ ശരിക്കുള്ള ട്രഡീഷണൽ ബാങ്ക് ഒന്നല്ല. അതുകൊണ്ട് അവർക്ക് ലിമിറ്റ് ഉണ്ട്. മാക്സിമം ഡെപ്പോസിറ്റ് യു ക്യാൻ ഏൺ ഫ്രം എ കസ്റ്റമർ. പക്ഷേ പലപ്പോഴും Paytm കസ്റ്റമേഴ്സിന് എടുക്കുന്ന എമൗണ്ട് വേ ടു ഹൈ ആണ്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ RBIന്റെ ഗുഡ് ബുക്സിലല്ല കുറച്ച് കാലം Paytm. സോ ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദാറ്റ്. സോ ലെറ്റ്സ് സീ ഹൗസ് ഇറ്റ് ടേൺസ് ഔട്ട്. താങ്ക് യു, സ്റ്റേ ട്യൂൺ, സീ യു ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.